ഹായ് അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സൗണ്ട് എല്ലാം പോയിരിക്കുകയാണ്. നല്ല പനിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതുകൊണ്ട് സൗണ്ടിൽ ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ട്. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലെ നോമ്പുതുറ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ വീഡിയോ എടുത്തു തുടങ്ങിയത് വൈകുന്നേരം ഒരു 3 മണിക്ക് തൊട്ടാണ് വീഡിയോ എടുത്ത് തുടങ്ങിയത്. രാവിലെ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കിച്ചണിൽ കുറേ പണികളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് വീഡിയോ ഒന്നും എടുക്കാനുള്ള ടൈം കിട്ടിയില്ല. വീഡിയോ എടുത്തോണ്ട് നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ കുക്കിംഗ് കാര്യങ്ങളൊക്കെ സ്ലോ ആയിപ്പോവും. അതുകൊണ്ട് പിന്നെ ഞാൻ വീഡിയോ എടുക്കാൻ നിന്നില്ല. പിന്നെന്താ അങ്ങനെ നോമ്പ് തുറക്കാനായിട്ട് നമ്മുടെ ഇക്കയുടെ പെങ്ങന്മാരും എൻ്റെ ഫാമിലിയിലുള്ളവരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഉച്ചയായപ്പോഴേക്കും എത്തിയിട്ടുണ്ടായിരുന്നു. ഇത് ഇക്കയുടെ ഉമ്മയാണ്, ഇതെൻ്റെ ഉമ്മച്ചയാണ്. അങ്ങനെ ഉമ്മച്ച നേരത്തെ എത്തിയതുകൊണ്ട് എനിക്ക് കുറച്ചൊക്കെ ഹെൽപ്പ് ചെയ്ത് തന്നു കിച്ചണിൽ. പിന്നെ ബ്രദറും വൈഫും വന്നിട്ടുണ്ടായിരുന്നു. നാത്തൂനാണ് പിന്നെ ബാക്കിയുള്ള കിച്ചണിലെ ബാക്കി ജോലികളൊക്കെ സഹായിച്ചു തന്നത്. ജ്യൂസും കാര്യങ്ങളെല്ലാം സെറ്റാക്കി തന്നത്, പൈനാപ്പിൾ ജ്യൂസ്, പിന്നെ ബാക്കിയെല്ലാം ടേബിളെല്ലാം സെറ്റ് ചെയ്യാനുള്ളതെല്ലാം സെറ്റ് ചെയ്ത് തന്നത്, ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്യുകയൊക്കെ ചെയ്ത് തന്നത്, പിന്നെ ചായയും കാര്യങ്ങളും എല്ലാം സെറ്റാക്കി. പിന്നെ കറിയൊക്കെ ഞാൻ ഉച്ചയ്ക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ബീഫ് കറിയും ചിക്കൻ കുറുമയും ആയിരുന്നു റെഡിയാക്കിയത്. പിന്നെ മുന്തിരി ഞാൻ തലേ ദിവസം വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതും ജ്യൂസാക്കിയെല്ലാം റെഡിയാക്കി എടുത്തു. നമ്മുടെ ബാങ്ക് കൊടുക്കുന്നതിനും കുറച്ച് മുമ്പ് നമ്മുടെ ടേബിളെല്ലാം ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഫ്രൂട്ട്സും സ്നാക്സും ഈത്തപ്പഴവും ജ്യൂസും ചായയും ഒക്കെ എല്ലാം ഒഴിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മക്കളെല്ലാം റൂമിൽ കളിയും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. വലൈക്കും അസ്സലാം. ഇത് ഇക്കയുടെ രണ്ടാമത്തെ സിസ്റ്ററാണ്, എൻ്റെ നാത്തൂനാണ് മറ്റേത്. ഹായ് പറഞ്ഞേ. അച്ചു നല്ല കുഞ്ഞ്. അങ്ങനെ ബാങ്കൊക്കെ വിളിച്ചു. എല്ലാവരും നോമ്പ് തുറക്കുകയാണ്. നമ്മളിവിടെ നോമ്പ് തുറക്കുന്ന ടൈമിൽ ജ്യൂസും ചായ, ഫ്രൂട്ട്സ്, അതുപോലെ ഈത്തപ്പഴം, ഇതെല്ലാം സ്നാക്സ് ഒക്കെ കഴിച്ചതിന് ശേഷം നമസ്കരിച്ചതിന് ശേഷമേ നമ്മൾ ബാക്കി ആഹാരങ്ങളൊക്കെ കഴിക്കാറുള്ളൂ. പലഹാരങ്ങളൊക്കെ റോട്ടിയും കറികളും കഞ്ഞിയൊക്കെ കഴിക്കാറുള്ളൂ. പിന്നെ നോമ്പ് തുറന്ന് ഫുഡെല്ലാം കഴിച്ച് കുറച്ച് നേരം എല്ലാവരും കൂടി സംസാരിക്കുകയൊക്കെ ചെയ്തതിന് ശേഷം ഓരോരുത്തർ തിരിച്ചു പോകാനായിട്ട് പോവുകയാണ്. പിന്നെ കുട്ടികൾക്കൊക്കെ പരീക്ഷയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എല്ലാവരും തിരിച്ച് പോവുകയാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നവരെ ഇൻഷാ അല്ലാഹ് അസ്സലാമു അലൈക്കും.